ലോകം മുഴുവൻ പ്രകാശം പരത്താൻ അധികകാലം ജീവിക്കേണ്ടതില്ലെന്ന് ഓർമ്മിപ്പിച്ച ഒരു പെൺകുട്ടിയുടെ കഥ പറഞ്ഞ് നമുക്ക് ഇന്നത്തെ ഈ വാർത്താപ്രഭാതം തുടങ്ങാം. മെലിൻഡ റോസ് എന്നാണ് അവളുടെ പേര്. കാനഡക്കാരിയാണ്. പഠിപ്പിനൊപ്പം കലയിലും മിടുക്കിയായിരുന്നു 12 വയസ്സുകാരിയായ റോസ്. കുട്ടിക്കുറുമ്പുകളും കളിച്ചിരികളുമായി പാറി നടന്നിരുന്ന ആ കാലത്താണ് അപ്രതീക്ഷിതമായി ഒരു നാൾ അവൾ കുഴഞ്ഞു വീണത്. പരിശോധനയിൽ അപൂർവമായി മാത്രം ബാധിക്കുന്ന ആസ്കിൻസ് ക്യാൻസർ ആണെന്ന് കണ്ടെത്തി. നട്ടെല്ലിലുണ്ടായ ഒരു മുഴയായിരുന്നു പ്രശ്നം. ഇത് നീക്കം ചെയ്തെങ്കിലും ക്യാൻസർ 4ാം ഘട്ടത്തിലേക്ക് കടന്നിരുന്നു, 4th സ്റ്റേജ്. 2 ആഴ്ചയിൽ കൂടുതൽ റോസ് ജീവിച്ചിരിക്കില്ലെന്ന് ഡോക്ടർമാർ വിധിയെഴുതി. എല്ലാവർക്കും സങ്കടമായി. എന്നാൽ ക്യാൻസറിന്റെ വേദനയെ പുഞ്ചിരി കൊണ്ട് അവൾ നേരിട്ടു. ഡോക്ടർമാരെയും അതിശയിപ്പിച്ച് നിശ്ചയദാർഢ്യം കൈമുതലാക്കി 6 മാസത്തോളം അവൾ ജീവിച്ചു. ഈ കാലയളവിൽ അർബുദ രോഗത്തിൽ തളർന്നിരിക്കുന്നവർക്ക് അവൾ കൈത്താങ്ങായി. കത്തുകളും കവിതകളും ഇമെയിലുകളും അയച്ച് അവരെ സന്തോഷിപ്പിച്ചു. ആശുപത്രിയിലെ മറ്റു രോഗികളോട് ജീവിതത്തെക്കുറിച്ച് പ്രത്യാശയോടെ അവൾ സംസാരിച്ചു. അവസാന നിമിഷം വരെയും രോഗത്തോട് പോരാടിയ റോസ് ഒടുക്കം മരണത്തിന് കീഴടങ്ങി. 2 ആഴ്ച മാത്രം ആയുസ്സെന്ന് വിധിച്ചവൾ ജീവിച്ചത് 6 മാസമാണ്. റോസിന്റെ സ്മരണാർത്ഥം എല്ലാ വർഷവും സെപ്റ്റംബർ 22 ലോക റോസ് ദിനമായിട്ടാണ് ആചരിക്കുന്നത്. ക്യാൻസർ പോരാളികൾക്ക് ആത്മധൈര്യവും പ്രതീക്ഷയും നൽകുകയാണ് ഈ റോസ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. ഈ ദിവസം ക്യാൻസറിനെതിരെ പോരാടുന്നവർക്ക് റോസാപ്പൂക്കൾ അയച്ചു കൊടുക്കാറുണ്ട്. അതിജീവന കാവ്യമാണ് ജീവിതം. ക്യാൻസർ ഒരു അവസാനമേ അല്ല. നിശ്ചയദാർഢ്യത്തോടെ പോരാടിയാൽ ജീവിതത്തിലേക്ക് മടങ്ങിയെത്താനാകും. അതിനാൽ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ നമ്മളുടെ പ്രിയപ്പെട്ടവരെ ചേർത്ത് പിടിക്കുക. പ്രതിസന്ധിയെ മറികടക്കാൻ ഒപ്പം നിൽക്കുക. ഏതെങ്കിലും തരത്തിൽ വേണ്ടാത്ത ചില കോശങ്ങൾ ഇങ്ങനെ ക്രമാതീതമായി പെരുകുന്നുണ്ടെന്ന് തോന്നിയാൽ നിങ്ങളുടെ ജീവിതം അവസാനിച്ചു എന്ന് തോന്നരുത്. പകരം പോരാടാനുള്ള ഊർജ്ജമായി അതിനെ മാറ്റുക.